നമസ്കാരം. ഇന്ന് ഏറെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ് അപ്പെക്സ് ടോക്കൺ. കോയിൻ മാർക്കറ്റ് ക്യാപ്പിലും ട്രസ്റ്റ് വാലറ്റിലും അപ്പെക്സ് ടോക്കൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അസ്ബിറ്റ്, എൽബാങ്ക്, ബിറ്റ്മാർട്ട്, XT.com തുടങ്ങിയിട്ടുള്ള ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചുകളിലും അപ്പെക്സ് ടോക്കൺ ഇന്ന് അവൈലബിൾ ആണ്. ബിനാൻസിൽ ലിസ്റ്റ് ചെയ്യുന്നതോടെ അപ്പെക്സ് ടോക്കണിൻ്റെ വില മിനിമം $5 മുകളിലായിരിക്കുമെന്നാണ് ഈ കമ്മ്യൂണിറ്റിയിൽ അംഗമായിട്ടുള്ള ഓരോരുത്തരുടെയും നിഗമനം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു വർഷം മുമ്പ് അപ്പെക്സ് ടോക്കൺ ലിസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ വില $0.1 അഥവാ 10 സെൻറ്റ് മാത്രമായിരുന്നു. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ വെറും 9 രൂപ. എന്നാൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ അസ്ബിറ്റ്, എൽബാങ്ക്, ബിറ്റ്മാർട്ട്, XT.com തുടങ്ങിയിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ ഈ അടുത്ത സമയത്ത് അപ്പെക്സ് ടോക്കണിൻ്റെ വില $0.62 വരെ ഉയർന്നു എന്നുള്ളതാണ്. അതായത് 62 സെൻറ്റ്. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 56 രൂപയോളം ഇതിൻ്റെ വില ഉയർന്നു കഴിഞ്ഞു. ലിസ്റ്റ് ചെയ്ത സമയത്തെ വിലയെ വെച്ച് നോക്കുമ്പോൾ 6 ഇരട്ടിയിൽ കൂടുതലാണ് ഇപ്പോൾ ഈ ടോക്കണിൻ്റെ വില ഉയർന്നിട്ടുള്ളത്. ഇന്ന് അപ്പെക്സ് ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊരാൾക്കും ഒരു 1 ഇയർ കഴിയുന്ന സമയത്ത് ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ ഒരു വലിയൊരു എമൗണ്ടായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇന്ന് എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്ക് അപ്പെക്സ് ടോക്കൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു 50 സെൻറ്റിനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ $1 2 അപ്പെക്സ് ടോക്കനാണ് നമുക്ക് വാങ്ങാൻ കഴിയുക. $50 100 അപ്പെക്സ് ടോക്കൺ കിട്ടും. അതേസമയം $50 500 അപ്പെക്സ് ടോക്കൺ കിട്ടുന്ന അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു പ്ലാനാണ് കമ്പനിയുടെ സ്റ്റേക്കിംഗ് പ്ലാൻ. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കമ്പനിയുടെ സ്റ്റേക്കിംഗ് പ്ലാനിനെ പറ്റിയാണ്. ഈ പ്ലാൻ അനുസരിച്ച് മിനിമം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് $50 ആണ്. $50 ഗുണിതങ്ങളായിട്ടുള്ള എത്ര ഡോളർ വേണമെങ്കിലും നമുക്ക് ഈ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്ക് ആനുപാതികമായിട്ടുള്ള അപ്പെക്സ് ടോക്കൺ നമുക്ക് ലഭിക്കുന്നു. ഇതായിരിക്കും നമ്മുടെ ക്യാപിറ്റൽ. അപ്പെക്സ് ടോക്കണിൻ്റെ വില ലിസ്റ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന വില, അതായത് $0.1 ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 9 രൂപ എന്ന നിലയിൽ കണക്കാക്കിയിട്ടാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്ക് ആനുപാതികമായ അപ്പെക്സ് ടോക്കൺ തരുന്നത്. ഒരു ഉദാഹരണം പറയാം. $50 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ $50 $0.1 എന്ന നിലയിൽ കണക്കാക്കിയാൽ 500 അപ്പെക്സ് ടോക്കനാണ് അദ്ദേഹത്തിന് ലഭിക്കുക. അപ്പോൾ ഈ 500 അപ്പെക്സ് ടോക്കനാണ് നമ്മുടെ ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ ഒരു വർഷം ഹോൾഡ് ചെയ്ത് വയ്ക്കുന്ന സിസ്റ്റമാണ് ഈ സ്റ്റേക്കിംഗ് പ്ലാനിലുള്ളത്. ഒരു വർഷത്തിന് ശേഷം നമ്മുടെ ക്യാപിറ്റൽ അന്നത്തെ അപ്പെക്സ് ടോക്കണിൻ്റെ വില എത്രയാണോ ആ വിലയ്ക്ക് സെല്ല് ചെയ്ത് ആ ക്യാപിറ്റൽ നമുക്ക് ക്യാഷാക്കി വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പെക്സ് ടോക്കൺ ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഒരുപാട് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്നു. വേൾഡിലെ നമ്പർ 1 എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബിനാൻസിൽ വരെ ലിസ്റ്റ് ചെയ്യുന്നതോടെ ഇതിൻ്റെ വില $5 മുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ $50 ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഒരു വർഷത്തിന് ശേഷം അപ്പെക്സ് ടോക്കണിൻ്റെ വില $5 ആണെങ്കിൽ ആ ക്യാപിറ്റൽ എത്ര രൂപയായിട്ടുണ്ടാകും എന്നുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. അതായത് $50 നമുക്ക് കിട്ടിയിട്ടുള്ളത് 500 അപ്പെക്സ് ടോക്കനാണ്. 500 അപ്പെക്സ് ടോക്കൺ, ഒരു അപ്പെക്സ് ടോക്കന് $5 ആണ് വിലയെങ്കിൽ നമുക്ക് ആ സമയത്ത് $2500 സെല്ല് ചെയ്യാനുള്ള അപ്പെക്സ് ടോക്കനായിരിക്കും നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക. ഇനി അപ്പെക്സ് ടോക്കൻ്റെ വില ഒരു വർഷത്തിന് ശേഷം വെറും $1 മാത്രമാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 10 ഇരട്ടിയായിരിക്കും നമ്മുടെ ക്യാപിറ്റൽ മൂല്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഈ പ്ലാൻ അനുസരിച്ച് ജോയിൻ ചെയ്ത ഓരോരുത്തർക്കും ലഭിക്കുന്ന ക്യാപിറ്റൽ ഇൻകത്തെക്കുറിച്ചാണ്. അത് സ്റ്റേക്കിംഗ് പീരീഡ് കഴിഞ്ഞാൽ ലഭിക്കുന്ന വരുമാനത്തെക്കുറിച്ച്. ഇനി രണ്ടാമത്തെ വരുമാനം എന്ന് പറയുന്നത് ഡെയിലി ലഭിക്കുന്ന പ്രോഫിറ്റാണ്. ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്.
അതായത് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ 1% മുതൽ 3% വരെ ഡെയിലി പ്രോഫിറ്റ് കമ്പനി തന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ സ്റ്റേക്കിംഗ് പീരീഡ് കഴിയുന്നത് വരെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഇൻകം കമ്പനി നമുക്ക് തരുന്നത് ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്നാണ്. അപ്പോൾ കമ്പനിയുടെ ട്രേഡിംഗ് ടീം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റിൽ നിന്നാണ് നമുക്ക് ഡെയിലി 1% മുതൽ 3% വരെ പ്രോഫിറ്റ് തരാം എന്ന് പറയുന്നത്. അത് മിനിമം 1% ഇന്ന് സ്ഥിരമായി എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ശനി ഞായർ ട്രേഡിംഗ് നടക്കാത്തതിനാൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള 5 ദിവസങ്ങളിലായിരിക്കും ഇത് കിട്ടുക. ഇങ്ങനെ 225 വർക്കിംഗ് ഡേ നമുക്ക് ഈ പ്രോഫിറ്റ് തരുന്നു. $50 നമ്മൾ ഈ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ROI $0.5 ആയിരിക്കും. അതായത് ഇന്ത്യൻ മണിയിൽ പറഞ്ഞാൽ ഏകദേശം 45 രൂപ. അതേസമയം നമ്മൾ $100 ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ 90 രൂപയോളം നമുക്ക് ഡെയിലി പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി $1000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ഡെയിലി 900 രൂപയോളം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 225 വർക്കിംഗ് ഡേ കഴിയുമ്പോഴാണ് നമ്മുടെ ഈ സ്റ്റേക്കിംഗ് പീരീഡ് അവസാനിക്കുന്നത്. ആ സമയത്താണ് ആദ്യം പറഞ്ഞ ക്യാപിറ്റൽ ഇൻകം നമുക്ക് വിഡ്രോ ചെയ്ത് ക്യാഷാക്കി മാറ്റാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന 2 പ്രോഫിറ്റിനെ പറ്റി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഡെയിലി ലഭിക്കുന്ന ROI, രണ്ടാമത്തേത് നമ്മുടെ സ്റ്റേക്കിംഗ് പീരീഡ് കഴിയുന്ന സമയത്ത് ക്യാപിറ്റലായിട്ടുള്ള അപ്പെക്സ് ടോക്കൺ അന്നത്തെ വിലയ്ക്ക് സെല്ല് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ ഇൻകം. ഇത് കൂടാതെ ഇനി ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലഭിക്കുന്ന വരുമാനമാണ് മൂന്നാമത്തേത്. അതിന് റെഫറൽ ഇൻകം എന്നാണ് പറയുന്നത്. ഒരാൾ വേറൊരാളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ 10% റെഫറൽ ഇൻകമായി ആരാണോ അദ്ദേഹത്തിന് ലിങ്ക് കൊടുത്ത് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കിയിട്ടുള്ളത് ആ വ്യക്തിക്ക് $10 ലഭിക്കുന്നു. അടുത്തത് ബൈനറി മാച്ചിങ് ഇൻകമാണ്. നമ്മൾ റെഫറൽ ചെയ്യുന്ന വ്യക്തികളെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനെ ലെഫ്റ്റിലും റൈറ്റിലും നടക്കുന്ന ജോയിനിങ് അവിടെ എത്ര $, മാച്ച് ആവുന്നോ ആ മാച്ച് ആവുന്ന ഡോളറിൻ്റെ 10% നമുക്ക് ബൈനറി മാച്ചിങ് ഇൻകം എന്ന ലെവലിലും ലഭിക്കുന്നു. ഒരു ഉദാഹരണം പറയാം. നമ്മൾ റെഫറൽ ചെയ്ത വ്യക്തി ലെഫ്റ്റ് സൈഡിൽ $50 വെച്ച് ഈ പ്ലാനിലേക്ക് കടന്നു വന്നു. അതുപോലെ റൈറ്റ് സൈഡിലും $50 വെച്ച് ഈ പ്ലാനിലേക്ക് കടന്നു വന്നു. ഈ 2 വ്യക്തികളിൽ നിന്നും റെഫറൽ ഇൻകം നമുക്ക് 10% വീതം കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ ലെഫ്റ്റും റൈറ്റും $50 ബിസിനസ് മാച്ച് ചെയ്തതുകൊണ്ട് ഈ 50ൻ്റെ 10% $5 ബൈനറി മാച്ചിങ് കമ്മീഷൻ എന്ന നിലയിലും ഈ കൊണ്ടുവന്ന വ്യക്തിക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ 4 തരത്തിലുള്ള ഏണിങ്സിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ROI ഡെയിലി ലഭിക്കുന്ന പ്രോഫിറ്റ്. 2 ക്യാപിറ്റൽ ഇൻകം, അതായത് സ്റ്റേക്കിംഗ് പീരീഡ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ സെല്ല് ചെയ്ത് നമുക്ക് കിട്ടുന്ന വരുമാനം. 3 ഇതിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ റെഫറൽ ഇൻകം എന്ന നിലയിൽ ലഭിക്കുന്നത്. 4 നമ്മുടെ ടീമിൽ നടക്കുന്ന ബിസിനസ് മാച്ചിങ് വരുന്നതിനനുസരിച്ച് ലഭിക്കുന്ന വരുമാനം. ഇതുകൂടാതെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ടീം ബിൽഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് റിവാർഡുകളും കമ്പനി കൊടുക്കുന്നു. ആ തരത്തിലുള്ള നേട്ടങ്ങളും നമുക്ക് ഇതിലെ ഒരു 5ാമത്തെ വരുമാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വലിയൊരു മാറ്റം ജീവിതത്തിൽ വരുത്താൻ പറ്റുന്ന ഈ ഒരു അവസരം, നല്ലൊരു ഏണിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു അവസരം, ഇതിലേക്ക് എങ്ങനെ നമുക്ക് കടന്നു വരാം എന്നുള്ളതിനെ പറ്റിയാണ്. അതിനുവേണ്ടി ഈ അപ്പെക്സ് എന്ന കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി കയറിയാൽ അവിടെ നമ്മുടെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, ഇമെയിൽ ID, ഫോൺ നമ്പർ ഇത്രയും കാര്യങ്ങൾ കൊടുത്ത്
നമുക്കൊരു പാസ്വേഡും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ID ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് ചെയ്ത ID ആക്ടിവേഷൻ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള പ്ലാൻ ഏതാണോ ആ പ്ലാൻ അനുസരിച്ച് എത്ര ഡോളറാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആ തുക ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും സഹായങ്ങളും ലഭിക്കുന്നതിന് താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അങ്ങനെ കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ID ആക്ടിവേഷൻ ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും തുറന്നുള്ള ടെക്നിക്കലായിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അപ്പസ് ടോക്കണുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.